our English class. മക്കളെ നോക്കൂ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന പാഠത്തിലെ ഡയറി റൈറ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഓൾറെഡി നമ്മൾ നമ്മുടെ പാഠം പഠിച്ചു കഴിഞ്ഞു. എന്താണ് നമ്മുടെ ചാപ്റ്റർ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ, എന്താണ്, ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്, നമ്മുടെ ബോയ് എന്താണ് ആ കഥയിൽ നമ്മളോട് പറയുന്നത്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ലൈവും പബ്ലിക് ലൈവും ഒക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ആക്ച്വലി ഉള്ളത് അതിൽ ഡിസ്കൂസസ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുക എന്നുള്ളതാണ്. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾക്ക് ഡയറി റൈറ്റിംഗ് ആണുള്ളത്. എന്തായിരിക്കും നമ്മുടെ ചാപ്റ്റർ എന്ന് ചോദിക്കാവുന്ന ഒരു ഡയറി റൈറ്റിംഗ് ക്വസ്റ്റ്യൻ. ക്യാൻ യു ഗെസ്? നമുക്ക് ഗെസ് ചെയ്യാൻ പറ്റുമോ? അത് നോക്കൂ, ഇവിടെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരാന്ന് വിചാരിക്കാം. The boy felt sad when he made his grandparents sad that night he writes a diary. ഓക്കെ, നമ്മുടെ ബോയ്ക്ക് എന്ത് ചെയ്തു, അവൻ രാത്രിയായി വീട്ടിൽ തിരിച്ചെത്തി, അങ്കിൾ പിടിച്ചു കൊണ്ടുവന്നു, എല്ലാവരും കിടന്നുറങ്ങിയപ്പോൾ നമ്മുടെ ബോയ് ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കണം, അയ്യോ ഞാനിത് ചെയ്യണ്ടായിരുന്നു, ഒത്തിരി വിഷമമായിപ്പോയി, എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ ഞാൻ ചെയ്തത് ഇത്തിരി കൂടിപ്പോയോ എന്നൊക്കെ ആലോചിച്ച് അവൻ എന്താണ് ഒത്തിരി വിഷമം. അങ്ങനെ അവനിരുന്ന് എന്ത് ചെയ്യാണ്, ഈ പറയുന്ന അവൻ എന്ത് ചെയ്തു, എഴുന്നേറ്റ് ഒരു ഡയറി എടുത്തവൻ അവരങ്ങനെ ഡയറി എഴുതാൻ പോവാണ് ഈ സംഗതികളൊക്കെ ആലോചിച്ചിട്ട്. അവിടെ നിങ്ങൾക്ക് എന്ത് തരും, എക്സാമിന് സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് തരും? നോക്കൂ, ഇവിടെ ഈ തന്നതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ക്ലൂസ് തന്നിട്ടുണ്ട്. ഈ ക്ലൂസ് തന്നതുപോലെ എന്തൊരു ഹിൻസ് തരും. ഓക്കെ, നോക്കൂ, ഇവിടെ rainy day, grandfather under the tree shook the tree, grandfather got wet, angry, ran, hid in the cowshed, grandparents worried, uncle came, found me. നമ്മുടെ കഥയിൽ നടന്ന സംഭവങ്ങൾ ഒറ്റയടിക്കുന്നത് നമ്മൾ ചുരുക്കി ഇവിടെ കുത്ത് ക്ലൂസ് ആയിട്ടില്ലേ, സൂചനകളായിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നമ്മൾക്ക് എഴുതുന്ന ഒരു ആവശ്യമേ. നോക്ക്, ഇവിടെ എങ്ങനെ നമ്മളിതിന് ഉത്തരം എഴുതാം. നമ്മൾ ആദ്യം ഡയറി എഴുതുന്ന സമയത്ത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ആലോചിച്ച് വെക്കേണ്ട രണ്ട് കാര്യം എന്ന് പറയുന്നത്, ആദ്യം നോക്കൂ, ദ ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ദ ടൈം, സമയമാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മെൻഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സമയം. സെക്കൻഡ് വൺ, ദ ഡേ, ഏത് ദിവസമാണ് നിങ്ങൾ ഡയറി എഴുതുന്നത്. അപ്പം ആദ്യം നിങ്ങൾ ഡയറി എഴുതുന്ന സമയം വ്യക്തമാക്കണം. രണ്ടാമത് നിങ്ങൾ ഏത് ദിവസമാണ് ഡയറി എഴുതുന്നത് എന്നുള്ള ദിവസത്തിൻ്റെ പേര്. ഇഫ് ഇറ്റ് ഇസ് മൺഡേ ദെൻ റൈറ്റ് മൺഡേ, ഇഫ് ഇറ്റ് ഇസ് ട്യൂസ്ഡേ ദെൻ റൈറ്റ് ട്യൂസ്ഡേ, ഇഫ് ഇറ്റ് ഇസ് വെനസ്ഡേ ദെൻ റൈറ്റ് വെനസ്ഡേ. ഏത് ദിവസത്തെ ഡയറിയാണോ നമ്മൾ എഴുതുന്നത് ആ ദിവസം നമ്മൾ മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ എഴുതാണ്. ഇനി ഒരു എഴുത്ത് അങ്ങോട്ട് തുടങ്ങാൻ പോവാണ്. ടുഡേ വാസ് എൻ അൺഫർഗെറ്റബിൾ ഡേ. നമുക്കറിയാം നമ്മുടെ ബോയിനെ സംബന്ധിച്ച് അന്നത്തെ ദിവസം ഒട്ടും മറക്കാൻ കഴിയാത്ത ദിവസമാണ്. ഐ മേഡ് മൈ ഗ്രാൻഡ് ഫാദർ സാഡ്. ഓ മൈ ഗോഡ്, എന്താണ് ഇന്ന് ഞാൻ കാണേണ്ട, എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒത്തിരി വിഷമമായി എന്നാണ് പറയുന്നത് അല്ലേ. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് വാസ് എ റെയിനി ഡേ. ഒരു മഴയുള്ള ദിവസമായിരുന്നു ഇന്ന്. നമ്മൾ പാടം തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട് ഇറ്റ് വാസ് എ റെയിനി ഡേ, മഴയുള്ള ദിവസമായിരുന്നു എന്ന്. ബോത്ത് ഓഫ് us were under the tree. ഞങ്ങൾ രണ്ടുപേരും, ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും, നമ്മളിങ്ങനെ മഴയൊക്കെ കഴിഞ്ഞ് നല്ല മരമൊക്കെ എന്താണ് ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പുതിർന്ന് നിൽക്കുന്ന സമയമാണ്. ഞാനും എൻ്റെ ഗ്രാൻഡ് ഫാദറും ഞങ്ങൾ രണ്ടുപേരും മരത്തിൻ്റെ താഴെയായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് കളക്ടിങ് ഫ്ലവേഴ്സ്. ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യായിരുന്നു, ഹി വാസ് കളക്ടിങ് ഫ്ലവേഴ്സ് അല്ലേ. പുള്ളി ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്യായിരുന്നു, ഫ്ലവേഴ്സ് അല്ലേ, നമുക്ക് ഓർമ്മയുണ്ട്, ജാസ്മിൻ ഫ്ലവേഴ്സ് he was collecting. I thought at that moment, എനിക്കൊരു ആശയം തോന്നി, എനിക്കൊരു ഐഡിയ തോന്നി, എനിക്കൊരു കുസൃതി തോന്നി. I thought to shake the tree. ഞാൻ എന്ത് ചെയ്തു, ആ മരം അങ്ങ് പിടിച്ചു കുലുക്കി. I shook the tree. എൻ്റെ മരം എന്താണ് മുഴുവനായിട്ട് അങ്ങ് കുലുങ്ങി. ഗ്രാൻഡ് ഫാദർ got wet. ഗ്രാൻഡ് ഫാദർ എന്താണ് ആകെ അങ്ങ് നനഞ്ഞു കുതിർത്തും. He got angry. ആകെ എന്ത് ചെയ്ത ആള് ദേഷ്യായി. He ran behind me. റണ്ണിന്റെ പാസൻസ് ആണ് ran. ഓക്കെ, ഓർത്തു വെക്കുക, റൺ എന്ന് പറഞ്ഞാൽ ഓടുക, ran എന്ന് പറഞ്ഞാൽ ഓടി. അപ്പൊ he ran behind me എന്ന് പറഞ്ഞതാ എൻ്റെ പിന്നാലെ അങ്ങ് ഓടി വന്നല്ലേ. but could not get me. എന്നെ പിടിക്കാൻ കഴിഞ്ഞില്ല. ഓടരുത് അമ്മ, ആളറിയാം അല്ലേ. യെസ്, അപ്പൊ എന്താ ഗ്രാൻഡ് ഫാദർ എന്നെ പിടിക്കാനൊക്കെ ഓടി. I hid myself in the cow shed. ഞാൻ എവിടെ ഒളിച്ചിരുന്ന് കുറേ സമയം കഴിഞ്ഞപ്പോൾ കൗ ഷെഡിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒളിച്ചിരുന്നു. they felt very sad. oh my god, ഇവർക്ക് ഭയങ്കര വിഷമമായി. ആർക്ക്, എൻ്റെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ എന്നെ കാണാനായിട്ട് ഒത്തിരി വിഷമിച്ചോ. അങ്കിൾ came and caught me. എൻ്റെ അങ്കിൾ എന്ത് ചെയ്തു, അവിടെ വന്നു. അങ്കിളിന് അറിയാം എൻ്റെ എല്ലാ കുരുത്തക്കേടും, ഞാൻ എവിടെയായിരിക്കും ഒളിച്ചിരിക്കുക എന്നുള്ളത്. ആൻഡ് he came to the cow shed. അദ്ദേഹം കൗ ഷെഡിൻ്റെ അടുത്തേക്ക് വന്നു. then he caught me. ഇങ്ങ് മതിയായിരിക്കും, ഇറങ്ങിപ്പോരെന്ന് ആര് പറഞ്ഞു നമ്മുടെ ബോയോട്? the uncle told him. I feel sad പറഞ്ഞത് എനിക്ക് ഒത്തിരി വിഷമമുണ്ട് അല്ലേ. for making them sad. them എന്നിവിടെ പറഞ്ഞ ആരാ, നമ്മുടെ ഗ്രാൻഡ് പാരൻസ്. നോക്കേ, ദം എന്ന് പറഞ്ഞ ആരാടാ, അവൻ്റെ ഗ്രാൻഡ് പാരൻസിനെ. അപ്പോൾ എൻ്റെ ഗ്രാൻഡ് പാരൻസിനെ വിഷമിപ്പിച്ചതിന് എനിക്ക് എന്തുണ്ടാ, എനിക്ക് ഒത്തിരി വിഷമമുണ്ട്. ഇത്രയും നിങ്ങൾ എഴുതിയാൽ മതി. വളരെ സിമ്പിളായിട്ട് കുഞ്ഞ് സെൻറ്റൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ എഴുതാം. ഒരുപാട് ടഫായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടൊന്നും എന്ത് ചെയ്യണം, നമ്മൾ
ഒരിക്കലും എഴുതേണ്ട. കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് വളരെ ക്ലിയർ ആക്കിയിട്ട് എന്ത് ചെയ്യുക, യു ക്യാൻ റൈറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു വേർഡ്സ് പോലും ഇല്ല, അർത്ഥം അറിയാത്ത ഒരു എന്താ പറയുക ഒരു വാക്കുകളൊന്നുമില്ല, കടുകട്ടി വാക്കൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ഉത്തരം നമ്മൾ പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടാവുമെന്നാണ് മിസ് വിചാരിക്കുന്നത്. പക്ഷേ ഇത് മാത്രമല്ല, നമ്മുടെ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദറിൽ എന്താ നമുക്ക് പഠിക്കാനുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഒത്തിരി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ചോദ്യങ്ങളും ഇതേപോലെയുള്ള ഡിസ്കോഴ്സസ് ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ എന്ത് ചെയ്യും, വെറും വീഡിയോസിൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ബി വിത്ത് us. താങ്ക് യു സോ മച്ച്.